2 ദിവസം എനിക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് ഇന്നൊന്നും ഉണ്ടാക്കി തരാണ്ട് വണ്ടി കഴിയാനിരിക്കുക. നമുക്ക് റമിക്കാൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുന്ന വയ്ക്കാം. ഹലോ, താങ്ക് യു. ഇന്ന് സ്നാക്സ് ഒന്നുമില്ല. പറഞ്ഞ എന്തുണ്ടാക്കി തരുമോ? ഉറപ്പാണ്, വാക്ക് മാറരുത്. എനിക്കെന്നാ മുട്ടമാലയാ വേണ്ടത്, ഉണ്ടാക്കി തരുമോ? ഉറപ്പ്? എന്നാ ഒന്ന് കാണട്ടെ. ഉറപ്പാണേ? വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഗൈസ്. വെറുതെ ഏറ്റെടുക്കലല്ലോ. ആദ്യം കിച്ചൺ ക്ലീൻ ചെയ്തോ, എന്നിട്ട് ആദ്യം രണ്ടും കൽപ്പിച്ചിട്ട് വെല്ലുവിളി സ്വീകരിച്ചിരിക്കണം. മുട്ട മാലയാവോ നെക്ലേസ് ആവോ എന്നുള്ളത് കണ്ടറിയാം. കത്തി എന്തിനാ മുട്ടമാലക്ക്? മുട്ട നമുക്കൊന്ന് പൊട്ടിക്കണം. മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാ നമ്മൾ കയ്യിലോട്ട് മാറ്റുക. മാക്സിമം ഇതിന്റെ വെള്ളം എടുത്തതിന് ശേഷം ഇതിന്റെ മഞ്ഞയില്ലേ, മഞ്ഞ കൊണ്ടാണ് നമ്മൾ മാല ഉണ്ടാക്കുന്നത്. അതെ, ആ മഞ്ഞ നമുക്ക് ഇതാ ഇതിലോട്ട് മാറ്റാം, ഈ അരിപ്പിലോട്ട് മാറ്റാം. ഇത്രേ ഉള്ളൂ പണിയിട്ടാ. ഇതിന്റെ വെള്ളം എടുക്കല് വലിയ ടാസ്ക് ഒന്നുമില്ല. ഒരു തട്ടിവിടെ ഒരു തട്ടിവിടെ പൊട്ടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് കൊതിയൊക്കെ വരികയാണെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കി കഴിക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അത് സിമ്പിൾ പരിപാടിയാണ്. പിന്നെ മഞ്ഞ മാറ്റിയെടുക്കല് ആദ്യമല്ലേ ഈ മുട്ടമാല ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ പരിപാടികൾ ഇങ്ങനെ സൽക്കാരം ഉണ്ടല്ലോ. കണ്ണൂർ ഭാഗത്ത് നമ്മളെ ഏരിയയിൽ സൽക്കാരം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കുള്ളൂ. അപ്പം ആ സൽക്കാരത്തിൽ വേണം മാല കഴിക്കണമെങ്കിൽ. എൻ്റെ ഉമ്മയൊക്കെ പറയാറുണ്ട് കേട്ടോ, ഇത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കി നോക്കുമ്പോഴാണ് മനസ്സിലായത് സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. അങ്ങനെ എല്ലാം മഞ്ഞ മാറ്റിയെടുത്തിട്ട് നമുക്ക് പൊട്ടി വരാം. അങ്ങനെ 10ാമത്തെ മുട്ടയും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞു. നമ്മൾ ഇതിനെ ഇവിടെ ഇട്ടാക്കി അറിയാം. അരിപ്പേനകത്ത് മഞ്ഞിട്ടത് ഇതിലൊരു പാട വരാനുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പാട, ആ പാട നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിടുന്നത്. ഇനി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ അരിച്ച് താഴോട്ട് ഇടും. അപ്പോൾ ആ പാട ഈ അരിപ്പയിൽ നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ അരിപ്പയിലിട്ടത്. ഉണ്ടോ? നമുക്കിനി ഈ വെള്ളം നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റിയൊക്കെ. നമുക്കിനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ സിമ്പിളാട്ടോ, വലിയ പണിയൊന്നുമില്ല. ആ പാട നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി മാത്രം. ഓ ഇതുണ്ടോ, ഈ ഒരു വെള്ളം ഉണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇത് കളഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാ? ഇത് കളഞ്ഞിട്ട് ഇല്ല, ഇതുണ്ടെങ്കിൽ നമുക്ക് മാല ശരിക്കും വലിഞ്ഞ് കിട്ടുമോ. ഇത് ശരിക്കും നമുക്ക് വേസ്റ്റ് ആണ്, നമുക്ക് വേസ്റ്റ് ആക്കി കളയാം. ഇത് നമുക്ക് മെയിൻ ആയിട്ട് ടൂൾ എടുക്കാറില്ല. ടൂൾസ് ആണ്. ഇത് മനസ്സിലായി, ഡിഷ് വാഷറിന്റെ ബോട്ടിൽ. ഇത് മാല വലിക്കാനാണ് മനസ്സിലായി. ഇതാണ് മെയിൻ ടൂൾ കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇതധികം പുറത്തോട്ട് ചാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാവേ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനൊന്ന് സ്പീഡ് ആക്കുക ചേട്ടാ. ഇതിലോടെ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തുള്ള ഈ പാത്രത്തിലുള്ളത് കളയോ? എങ്ങനെ ഡിഷ് വാഷർ അല്ല, അത് മുഴുവൻ തുടച്ചിട്ട് ഞാൻ. ഇനി അടുത്ത പരിപാടി എന്താ? പ്രിപ്പറേഷൻ. നമുക്ക് ഇപ്പോൾ 1 കപ്പ് പഞ്ചസാര വേണം. നമുക്ക് പഞ്ചസാര ഇടാം. ഈ 1 കപ്പ് പഞ്ചസാരയിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം, 1 കപ്പിൻ്റെ അതേ അളവിൽ. ഇത് ഇനി ഒന്ന് മെൽറ്റായി വരട്ടെ. പഞ്ചസാര നല്ലോണം തിളക്കുമ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുട്ടമാല എനിക്ക് തിന്നാൻ തരുന്നതോ അല്ലെ നാട്ടുകാരെ പഠിപ്പിക്കുന്നതോ? എനിക്ക് തിന്നാനും തരാം, നാട്ടുകാരെ പഠിപ്പിക്കാം. മനസ്സുള്ളത് നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മുട്ട
ചുറ്റിച്ചു കൊടുക്കാതെ. ഇത് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം, ജസ്റ്റ് 1 മിനിറ്റ്. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. കോരുന്നതിന് മുന്നേ നമ്മൾ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. വേറൊന്നും കൊണ്ടല്ല, ഇത് നമുക്ക് പഞ്ചസാരയുടെ കൺസിസ്റ്റൻസി നമുക്ക് ലാസ്റ്റ് വരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എടുക്കാം. പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാവേ. പാത്രം നമ്മൾ ചെരിച്ച് വെക്കണം. അതിന് മുന്നേ നമ്മൾ ഇതൊന്ന് കിള്ളി കൊടുക്കണം കേട്ടോ. എൻ്റെ പാത്രം ചെരിച്ച് വെക്കുന്നതെന്നും കൂടെ പറ. ഇത് നമ്മൾ ചെരിച്ച് വെക്കുന്നത് ഇതിലെ സിറപ്പ്, പഞ്ചസാര സിറപ്പ് താഴോട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കൊന്ന് കിള്ളി കൊടുക്കാം. ഇതെൻ്റെ ഐഡിയ ആണ്. ചെരിച്ച് വെക്കൽ എൻ്റെ ഐഡിയ ആണ്. അതുകൂടെ പറ. മെൻഷൻ ചെയ്യണേ. എൻ്റെ കെട്ടുകളുടെ ഐഡിയ അതൊക്കെ. രണ്ടാമത് ചെയ്യുന്ന സമയത്ത് നമ്മളിന്ന് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഒന്നും കൂടെ അതേപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല കോൺസെൻട്രേഷനിൽ പണിയെടുക്കുന്ന യുവാവ്. ഞാൻ സത്യം പറയട്ടെ റമിക്ക, ആദ്യമായിട്ട് ഒരു ആണുങ്ങൾ മുട്ടമാല ഉണ്ടാക്കുന്ന കാണുന്നു. അത് സത്യമായിട്ടാ, ഞാൻ ഇതുവരെ കണ്ടില്ല. എൻ്റെ ഉപ്പ ബാക്കി ബിരിയാണിയെല്ലാം വെച്ചിരുന്നേ, പക്ഷേ മുട്ടമാല ചെയ്യുന്ന ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നേ. ആണുങ്ങളെല്ലാം പണിയെടുക്കും. ആരാ പറഞ്ഞ ആണുങ്ങൾ മുട്ടമാല ഉണ്ടാക്കുന്ന കിച്ചണിൽ കയറില്ലെന്നൊക്കെ? എല്ലാ പണിയെടുക്കും. നിങ്ങൾ ലോ ഫ്ലെയിം ആക്കാൻ മറന്നുപോയാ? അങ്ങനെ മാല റെഡിയായി ഗോയ്സ്. റെഡി. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഉണ്ടാക്കി കൊടുക്കാം. അതിന് വെള്ളം ഇതിലോട്ട് വയ്ക്കുക. ഒരു നുള്ളി ഏലക്ക പൊടി, ഒരു നുള്ളു മതി ഫ്ലേവറിന് വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഞ്ചസാര സിറപ്പ്. നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയെടുത്ത സിറപ്പല്ലേ? അയ്യോ അതന്നെ. അത് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. നേരത്തെ മുട്ടമാലേൻ്റെ പൊടി ഉണ്ടാവും. മധുരം കൂടി പോവാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് കറക്റ്റാണ് കേട്ടോ. ഇത് കൂടുതല? ഇത് നമുക്ക് കറക്റ്റാണ്. നമുക്കിത് മതി. നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഈ അടിച്ചെടുത്ത സാധനം നമുക്ക് ജസ്റ്റ് ഒന്ന് ആവിലൊന്ന് വേവിക്കാം. ആഫ്റ്റർ കുക്കിംഗ് പാത്രം കഴുകി വെക്കുന്ന റമീസ്ക എല്ലാവരെയും പോലെയല്ല, പാത്രമെല്ലാം കഴുകി തരുന്നുണ്ട്. താങ്ക് യു റമീസ്ക. ഞാൻ മുട്ടമാലയ്ക്ക് വെയിറ്റിംഗ് ആണേ. നമുക്കിതിനെ കട്ട് ചെയ്യാം കേട്ടോ. റെഡിയായി. ഇനി നീ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടോ ടേസ്റ്റ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കാം. ഇതല്ലേ മെത്തേഡ്? എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? മധുരം എങ്ങനെയുണ്ട്? മധുരം എങ്ങനെയുണ്ട്? കണക്കാം. ഇതുണ്ടല്ലോ ശരിക്കും പുഡിങ് പോലെ. ചില സമയത്ത് കഴിച്ചിട്ട് നല്ല കട്ടി വന്നു. പക്ഷെ ഇത് സോഫ്റ്റ് അല്ലേ? അടിപൊളി. താങ്ക് യു. മഞ്ഞയും കൂട്ടി കഴിക്കി. ഒന്നുകൂടെ കുറെ കഴിക്കണം. കഴിക്കടോ. മുഴുവൻ ഞാൻ തന്നെ കഴിക്കും. പക്ഷെ വീഡിയോയുടെ മുകളിൽ മുഴുവൻ കഴിക്കണം. എനിക്ക് അഭിപ്രായം പറഞ്ഞ എങ്ങനെയുണ്ട്?
മിക്സ് ആക്കില്ലേ, രണ്ടും കൂടെ മിക്സ് ആക്കില്ലേ. എങ്ങനെയുണ്ട്? ആ പറ, വരട്ടെ. രസമുണ്ടാ? ശരിക്കും രസമുണ്ടാ? സത്യം പറ, അടിപൊളിയാ. ഇഷ്ടപ്പെട്ടാ? നേരെ ഉണ്ടാക്കിയേ ടേസ്റ്റ് ഉണ്ടാ? എന്നാ വാപ്പാട് പറ, സൂപ്പറാ പറ. താങ്ക് യു പറ. തിന്നുന്നല്ലേ? ഓ സോറി. ഇനി ഉണ്ടാക്കി തന്നെ പറ വാപ്പാട്. എന്നാ പറഞ്ഞേ?